നമസ്കാരം. ഇന്നത്തെ കാലത്ത് പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒരു വില്ലനാണ് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി. ലക്ഷണങ്ങൾ കാര്യമായി പ്രകടിപ്പിക്കാത്തതിനാൽ ഇതിനെ നിശബ്ദ കൊലയാളി എന്നും വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണരീതിയിലും വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിലൂടെ ബിപിയെ വരുതിയിലാക്കാൻ ആയുർവേദം നമ്മെ സഹായിക്കുന്നു. ബിപി നിയന്ത്രിക്കാൻ ഏറ്റവും ലളിതമായ ഒരു വഴിയാണ് വെളുത്തുള്ളി. ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു അല്ലി വെളുത്തുള്ളി ചതച്ച് കഴിക്കുന്നത് രക്തയോട്ടം സുഗമമാക്കാൻ സഹായിക്കും. വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന ഘടകം രക്തധമനികളെ വികസിപ്പിക്കുകയും ഹൃദയത്തിന്റെ ആയാസം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് വീട്ടുമുറ്റത്ത് സുലഭമായ ചെമ്പരത്തിയെക്കുറിച്ച് പറയാം. ഉണക്കിയ ചെമ്പരത്തി ഇതളുകൾ ഇട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാനും സഹായിക്കുന്നു. ഭക്ഷണത്തിൽ ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപ്പിലെ സോഡിയം ശരീരത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുകയും അതുവഴി രക്തസമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്നു. പകരം ഭക്ഷണത്തിന് രുചി നൽകാൻ ഇഞ്ചി, മഞ്ഞൾ, കുരുമുളക് എന്നിവ ഉപയോഗിക്കാം. ആയുർവേദത്തിൽ ബിപി നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കുന്ന മികച്ച ഒരു മരുന്നാണ് അർജുന അഥവാ നീർമരുന്ന്. ഹൃദയപേശികളെ ബലപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ഒരു ഗ്ലാസ് പാലിൽ അല്പം അർജുനത്തൊലി പൊടി ചേർത്ത് തിളപ്പിച്ചു കുടിക്കുന്നത് രാത്രിയിൽ ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ്. മരുന്നുകൾക്കൊപ്പം തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ശാന്തത. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദമാണ് ബിപി കൂടാനുള്ള പ്രധാന കാരണം. ഇതിനായി ദിവസവും 10 മിനിറ്റ് ശീതളി പ്രാണായാമോ ലളിതമായ ധ്യാനമോ ശീലിക്കുക. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയ്ക്കുകയും ചെയ്യും. ഓർക്കുക, കൃത്യമായ വ്യായാമവും എണ്ണമയമുള്ള ഭക്ഷണങ്ങളുടെ നിയന്ത്രണവും ബിപി കുറയ്ക്കാൻ അനിവാര്യമാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യ സംബന്ധമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.